ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ചെല്ലാനം തീരമേഖലയിൽ കടലാക്രമണത്തിന് ശമനമില്ല. ദുരിതത്തിലായി തീരവാസികൾ. ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി പുത്തൻതോട് മേഖലകളിൽ കടൽക്ഷോഭം തുടരുന്നു. നിരവധി വീടുകളാണ് വെള്ളത്തിലായത്. ചെറിയ കടവ് പ്രദേശത്താണ് കടലാക്രമണം അതിരൂക്ഷമായി മാറിയത്. ഡിവൈൻ ചാപ്പലിന് സമീപവും ഗ്യാപ് റോഡിലും കടൽ അടിച്ചുകയറി. JCB ഉപയോഗിച്ച് തീർത്ത മണൽവാടകൾ കടലാക്രമണത്തിൽ തകർന്നു. താൽക്കാലിക പ്രതിരോധങ്ങളൊന്നും ഫലപ്രദമാകാത്ത സാഹചര്യമാണുള്ളത്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയായിരുന്നു ശക്തമായ കടലാക്രമണം ഉണ്ടായത്. കടലാക്രമണം രൂക്ഷമായിട്ടും ആളുകൾ ക്യാമ്പിലേക്ക് പോകാൻ തയ്യാറാകാതെ പ്രതിഷേധത്തിലാണ്. കടൽ കയറാണ്ടിരിക്കാനായിട്ട് പക്ഷെ ഇപ്പൊ 2 ആഴ്ച മുമ്പത്തുള്ള കടൽ കയറ്റത്തിന് ആ മതിലൊക്കെ ഇടിച്ചിട്ട് ഇപ്പൊ മൊത്തം വെള്ളം കയറി ഞങ്ങളുടെ മൊത്തം വെള്ളമാണ്. അകത്തൊക്കെ എല്ലാം വെള്ളമാണ്. രാവിലെ കടൽ കയറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മൊത്തം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് രാത്രി ഉറങ്ങണമെങ്കിൽ ഞങ്ങൾക്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലേ ഉറങ്ങാൻ പറ്റില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഇത് തന്നെ ഞങ്ങളുടെ അവസ്ഥ. പിന്നെ ഈ ക്യാമ്പിലൊക്കെ ഒന്നും പോയി കിടക്കാനൊന്നും പിള്ളേരൊക്കെ ആയിട്ടൊന്നും ഞങ്ങൾക്ക് പറ്റൂല. എല്ലാവരുമായിട്ടൊക്കെ പോകാനൊക്കെ ഇട്ടൊന്നും പറ്റൂല. അതുകൊണ്ട് ജിയോ ബാഗ് വെച്ച് സഹായിച്ചാൽ ഞങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടും ഈ കടൽ കയറ്റത്തിന്. അല്ലാണ്ട് ഇത് കണ്ട ഈ മടലില്ലാണ്ടായപ്പോഴത്തേക്ക് നോക്കിക്കല്ലേ മൊത്തം വെള്ളം കയറി മൊത്തം എല്ലാ സ്ഥലവും അവിടേക്ക് നോക്കിയാൽ കാണാം. മൊത്തം വെള്ളത്തിലാണ് ഞങ്ങൾ. എല്ലാ ദിവസവും വെള്ളത്തിലും എല്ലാ ദിവസവും ഞങ്ങൾ ക്ലീനിങ് രാത്രി കിടന്നുറങ്ങണേക്കാളും മുൻപ് വരെ ക്ലീനിങ് ചെയ്തിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങണത്. വീടിൻ്റെ അകത്തൊക്കെ വെള്ളം കയറും. മൊത്തം വെള്ളത്തിൻ്റെ അകത്താണ് ഞങ്ങളുടെ ജീവിതം. ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകില്ലെന്നും ഒരാഴ്ചയോളം വീട്ടിൽ നിന്ന് വിട്ടുനിന്നാൽ പിന്നീട് വീട് ഉപയോഗപ്രദമല്ലാത്ത സാഹചര്യം ഉണ്ടാകുമെന്നുമാണ് ആളുകൾ പറയുന്നത്. താൽക്കാലിക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജിയോ ബാഗുകൾ സ്ഥാപിച്ചാലേ അല്പമെങ്കിലും ശമനമുണ്ടാവുള്ളൂ. അതേസമയം ഇപ്പോൾ മണൽവാട തീർക്കുന്ന ജോലികളാണ് നടക്കുന്നത്. ഇത് ഫലപ്രദമല്ലെന്നും ടെട്രോപാഡ് നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം 12:30 തുടങ്ങിയ കടൽ കയറ്റം 2:30 വരെ നീണ്ടു നിന്നിരുന്നു. എന്നാൽ വേലിയേറ്റ സമയത്ത് തെക്കൻ കാറ്റ് ശക്തമായാൽ കടൽ അതിരൂക്ഷമാവുമെന്നാണ് പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. എത്ര കൊല്ലമായി ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച് കഴിക്കാൻ പറ്റണില്ല. ഇതിന് എന്നിട്ട് ആരൊന്ന് അന്വേഷിക്കാനും കൂടി വന്നില്ല. ഒന്നും ഈ കടലിന്റെ തീരത്തിലൊക്കെ മക്കൾ എന്ത് ചെയ്യും? ഞങ്ങളിത് എന്ത് പാടിത്? എന്താണിത്? ഈ ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റണില്ലേ? ഞങ്ങളിത് അനുഭവിക്കണേന്നറിയാവോ? വർഷങ്ങളായി ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഞങ്ങൾ ഓർക്കും ഈ വർഷം ഇത് അനുഭവിക്കുമ്പോൾ ഓർക്കും അടുത്ത വർഷം ചിലപ്പോൾ ഞങ്ങൾക്ക് ഇത് റെഡിയാക്കി തരുമായിരിക്കും. പിന്നത്തെ വർഷവും എല്ലാ വർഷവും ഇത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കടൽ ഭിത്തികളെല്ലാം തകർന്ന് കിടക്കുന്ന സാഹചര്യമാണ്. വീടുകളിലേക്ക് വെള്ളം ഇരച്ചു കയറിയതോടെ വീട്ടുപകരണങ്ങളും മറ്റും ഒലിച്ചുപോയ സാഹചര്യമാണ്. മണൽ നിറഞ്ഞ് പല വീടുകളിലെയും ശുചിമുറികൾ നശിഞ്ഞ അവസ്ഥയാണ്. കണ്ണമാലി, ചെറിയ കടവ്, കാട്ടിപ്പറമ്പ്, കൈതവേലി, മാലാശ്ശേരി എന്നിവിടങ്ങളിലാണ് കയറ്റം രൂക്ഷമായിട്ടുള്ളത്. ടെട്രോപാഡ് കടൽ ഭിത്തി നിർമ്മിച്ച ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെയുള്ള പ്രദേശങ്ങളിൽ കടൽ ശാന്തമാണ്. സൗദി, മാലാശ്ശേരി പ്രദേശങ്ങളിലും കടൽ ശക്തമാണ്. കടൽ വെള്ളം ഇരച്ചു കയറി റോഡ് വരെ എത്തിയത് ഗതാഗതത്തെയും ബാധിച്ചു. ഇരുചക്ര വാഹനങ്ങൾ കടൽ വെള്ളം കയറി തകരാറിലാവുന്ന അവസ്ഥയാണ്. വേലിയേറ്റ സമയത്ത് റോഡിൽ മുട്ടറ്റം വെള്ളം നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ സഞ്ചരിക്കാനാവാത്ത സ്ഥിതിയാണ്. പലരും ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെല്ലാനം.